കുഞ്ഞുനാളിൽ ഒരുപാട് കൊതിയോടെ കഴിച്ചൊരു ഐറ്റമാണ് ഈ മുന്തിരിക്കൊത്ത്. അപ്പോൾ ഇപ്പോൾ കൊതി തോന്നിയപ്പോൾ അങ്ങ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ശർക്കര പാനി കാച്ചങ്ങ് മാറ്റി വയ്ക്കണം. അതിനുശേഷം കഴുകി വെയിലത്തിട്ട് ഉണക്കിയ ചെറുപയർ നല്ല പോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണേ. അതിനുശേഷം ഒരു കപ്പ് തേങ്ങയും നല്ല പോലെ ഇളക്കി അടി പിടിച്ച് കരിയരുത് കേട്ടോ. കരിയാതെ നല്ല ഗോൾഡിഷ് ബ്രൗൺ കളറിൽ ഇളക്കി മാറ്റി വെക്കുക. അതിനുശേഷം വറുത്ത് വെച്ചേക്കുന്ന പയറിനകത്തോട്ട് ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഒരു ചെറിയ തരി മതി കേട്ടോ. ആ ഒരു രീതിക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ആ തേങ്ങയും കൂടി ഇട്ട് ഇളക്കി നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ഒറ്റനൂൽ പരുവൊന്നും ആവരുത് കേട്ടോ. അങ്ങനെ ആയാൽ കട്ടിയായി പോവും. അപ്പം ആ ശർക്കര പാനി ഒഴിച്ച് നല്ലപോലെ ഇളക്കി മാറ്റി വയ്ക്കുക. അതിന് നമുക്ക് ചെറിയ റൗണ്ട് ഉണ്ടകളാക്കി ഉരുട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി ഉണ്ടല്ലോ, നല്ല ഫൈൻ പൗഡറായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. അതിനകത്തോട്ട് ലേശം ഉപ്പും കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ബാറ്റർ കിട്ടണം. അപ്പോൾ ഇതേപോലെ കിട്ടണം. അപ്പോൾ ഇനി അതിനകത്തോട്ട് ആ ഉണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ആ മാവിനകത്ത് മുക്കിയിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വറുത്ത് കോരി കരിയാതെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി, പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും നല്ല ക്രഞ്ചിനെസ്സും ഒക്കെ ഉള്ള മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക.